ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 37 റിവ്യൂ ആണ്. റൺവേ എന്ന സിനിമയിൽ സ്പിരിറ്റ് കടത്തിക്കൊണ്ട് വന്നതിൻ്റെ ആഹ്ലാദ പ്രകടനത്തിനിടയിൽ മുരളി ദിലീപിനോട് പറയുന്ന ഒരു ഡയലോഗുണ്ട്. ഈ കെമിക്കലിയുടെ ഒരു പവറേ മിടുക്കൻ തന്നെ നീ. അതേപോലെ ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ബിഗ് ബോസിൻ്റെ സൈക്കോളജിസ്റ്റിൻ്റെ ഒരു പവറേ. അത്രയധികം തകർന്ന് പണ്ടാരം അടങ്ങിയിരുന്ന ആളുകൾ വൈകിട്ട് എന്തൊരു ശക്തിയോടെയാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ഈ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിലും കൈപിടിക്കാൻ, ചേർത്ത് നിർത്താൻ അവർക്ക് അന്യോന്യം പറ്റുന്നുണ്ട് എങ്കിൽ അതൊരു വല്ലാത്ത റിലേഷൻഷിപ്പ് തന്നെ. എനിക്ക് ആ ഒരു റിലേഷൻഷിപ്പിന് എല്ലാവിധ ഭാവുകങ്ങളും നേരാനായിട്ട് തോന്നുകയാണ്. അവർ രാവിലെ ഇമോഷണലി തകർന്നു പോയിരുന്നു. ക്വിറ്റ് ചെയ്യാനായിട്ടുള്ള ആഗ്രഹമൊക്കെ ആത്മാർത്ഥമായിട്ട് ജാസ്മിൻ പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം, ഇതിങ്ങനത്തെ പരിപാടിയാണ്, പിഴിഞ്ഞിങ്ങനെ അവസാനത്തെ തുള്ളികൾ എടുക്കുന്ന പ്രക്രിയയാണ് ബിഗ് ബോസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏതായാലും വിരിച്ചിട്ടു, ഒന്നിനി ഉണങ്ങണം. ഇനി ഉണങ്ങി കഴിയുമ്പോഴത്തേന് വീണ്ടും എടുത്ത് മുക്കി ഒന്ന് പിഴിയാനായിട്ടുള്ള ഒരു ശ്രമമായിരിക്കും. വേറെ കണ്ടന്റ് ഇല്ല, വേറെ കണ്ടസ്റ്റൻസിന് കളിക്കാനുള്ള സ്പേസും ഇല്ല. ഇപ്പോൾ ഇന്ന് നോക്കിയേ, വേറെ വലിയ ആക്ടിവിറ്റി കാര്യങ്ങളൊന്നുമില്ല. ജാസ്മിൻ ആൻഡ് ഗബ്രി അവരുടെ പ്രശ്നം കഴിഞ്ഞിട്ട് മതി വേറെ എന്തും എന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു ബിഗ് ബോസ്. അപ്പോൾ അവരൊന്ന് തിരിച്ച് ഓക്കെ ആയി വന്നപ്പോഴത്തേനാണ് ബാക്കി ഗ്രൂപ്പ് തിരിക്കലും ക്യാപ്റ്റൻസി കൈമാറലും പരിപാടികളൊക്കെ നടത്തിയത്. അതുവരെ വെറുതെ ഇരിക്കുമായിരുന്നു. മറ്റേ സീക്രട്ട് ഏജൻ്റൊക്കെ പിന്നെ ഇന്നൊരു ചക്ക ഉള്ളതുകൊണ്ട് അതൊക്കെ പൊളിച്ച് മറ്റേ ചുളയൊക്കെ എടുത്ത് പുറത്ത് വെച്ച് അതുമായി ബന്ധപ്പെട്ട് കുറേയധികം സമയം കളഞ്ഞു. എന്നാലും സീക്രട്ട് ഇന്ന് രാവിലെ കളിച്ച ഒരു നൈസ് പ്ലേ ഉണ്ടായിരുന്നു. ജിൻഡോയെ നൈസായിട്ടൊന്ന് തോണ്ടി വിട്ടു. താൻ ക്യാപ്റ്റനല്ലേ, ക്യാപ്റ്റനാകാൻ പോകുന്ന ആളല്ലേ, അവിടെ ജാസ്മിൻ മൈക്ക് വെച്ചിട്ടില്ല. അപ്പോൾ ജാസ്മിൻ അവിടെ മൈക്ക് വെച്ചിട്ടില്ല എന്നുള്ളത് സീക്രട്ട് കണ്ടുപിടിച്ച് ജിൻഡോയോട് പറഞ്ഞതുകൊണ്ടാണ് ജാസ്മിൻ രാവിലെ തന്നെ പൊട്ടി തകർന്ന് കൺഫെഷൻ റൂമിലേക്ക് പോയത്. അല്ല എന്നുണ്ടെങ്കിൽ കാര്യങ്ങൾക്കൊരു നീക്കുപോക്ക് ഉണ്ടാവില്ലായിരുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സീക്രട്ട് ഏജന്റ് എന്ത് ചെയ്യുന്നത് എന്നൊക്കെ ആളുകൾ ചോദിച്ചുകൊണ്ടിരുന്നതാണ്. എന്നാൽ ഇന്നലെ ഗെയിം ചേഞ്ച് ചെയ്തത് സീക്രട്ട് ആണ് എന്നുള്ള തരത്തിൽ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഒരു കാര്യം ഇങ്ങനെ പൊങ്ങി വന്നപ്പോഴത്തേന് ഗെയിം ചേഞ്ചർ എന്നൊക്കെയുള്ള ആരോപണങ്ങൾ അവിടെ ഇവിടെയൊക്കെ കേൾക്കാൻ തുടങ്ങി. ജാസ്മിൻ വീണു പോകാനായിട്ടുള്ള പ്രധാന കാരണം സീക്രട്ട് ഏജന്റ് ആണ് എന്നുള്ളതാണ് ഇപ്പോൾ ബിഗ് ബോസ് ഇങ്ങനെ വരുത്തി തീർക്കാനാണ് ശ്രമിക്കുന്നത്. അത് വളരെ നൈസ് ഒരു പ്ലേ ആണ്. അതുപോലെ ഗബ്രിക്ക് ടെറ്റിൻ്റെ പണി ഇന്നലെ കൊടുക്കുകയും ചെയ്തു. അതെന്തൊരു മോശം പരിപാടിയാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പോഴും ജാൻമണി പറയുന്നത് താൻ പറഞ്ഞ കാര്യം ശരിയാണെന്നുള്ളതാണ്. പക്ഷെ പ്രേക്ഷകർക്കറിയാം ഗബ്രി അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിച്ചത് എന്നുള്ളത്. ഇന്ന് സായി ഇത് പറയുന്നുണ്ട്. ഈ ഒരു വീഡിയോ കാണിച്ചു, ഇങ്ങനെ ഒരു ആരോപണം വരുന്നു. ഞാനാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ വീഡിയോ പ്ലേ ചെയ്യാൻ പറഞ്ഞേനെ, അല്ലെങ്കിൽ തിരിച്ച് റെസ്പോണ്ട് ചെയ്തേനെ. അത് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞില്ലേ, വേറെ വല്ലവരും ആണ് എന്നുണ്ടെങ്കിൽ കരതലം അവരുടെ മുഖത്ത് സ്പർശിച്ചേനെ. കാരണം നമ്മൾ ആ ഒരു സ്ഥാനത്ത് നിൽക്കുകയാണ്. ഇമാതിരി വൃത്തികേട് ഒരാൾ പറഞ്ഞ് ഉണ്ടാക്കുകയാണ്, ഉറപ്പായിട്ടും ദേഷ്യം വരും. അതിനകത്ത് ലാലേട്ടൻ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, റെസ്പോണ്ട് ചെയ്യായിരുന്നു. ഗബ്രി എന്തുകൊണ്ട് റെസ്പോണ്ട് ചെയ്തില്ല എന്നുള്ളതിന് അയാൾ ഒരു ഗെയിമറാണ്, അയാൾ ക്രൂക്ഡ് ആണ് എന്നുള്ള ആരോപണങ്ങളൊന്നും ഉന്നയിക്കാനായിട്ട് എനിക്ക് തോന്നുന്നില്ല. അയാൾ അവിടെ ഫ്രീസായി പോയി, അയാൾ ആ മൊത്തത്തിൽ കിളി പോയി. അയാൾ അവിടെ മിണ്ടാതിരുന്നു. എന്ത് പറയാനാണ്? കാരണം ഒരു ആൾക്കൂട്ട വിചാരണയാണ്. ആൾക്കൂട്ട വിചാരണ തന്നെയാണ്. അതത്ര നൈസ് എക്സ്പീരിയൻസ് ഒന്നും ആയിരിക്കില്ല. കാരണം ടോട്ടലി നെഗറ്റീവായിട്ട് ഹൗസിൽ നിന്ന് ആകെ മൊത്തത്തിൽ വിമർശനങ്ങൾ ഏറ്റിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, പുറത്തും നെഗറ്റീവാണ് എന്ന് അറിയുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാ ആൾക്കാരും രണ്ടാളുകളുടെ വ്യക്തിബന്ധത്തെക്കുറിച്ചിട്ട് ചർച്ച ചെയ്യുകയാണ്. അത് പ്രണയമാണോ, അത് വേറെന്തെങ്കിലുമാണോ എന്നൊക്കെ ലാലേട്ടനെ പോലെയുള്ള ഒരാൾ നേരിട്ട് വന്നൊക്കെ ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ അവർക്ക് അവിടെ സംസാരിക്കാനായിട്ട് ചില്ലറ ധൈര്യം പോരാ. അതുകൊണ്ടാണ് ഗബ്രി അവിടെ മിണ്ടാതിരുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ഗബ്രി മിണ്ടാതിരിക്കും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ. ഗബ്രി പറഞ്ഞ് വെറുപ്പിച്ചേനെ. അപ്പോൾ ഗബ്രി അവിടെ മിണ്ടാതിരുന്നത് ഗബ്രി പെട്ട് പണ്ടാരം അടങ്ങിപ്പോയി. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ അവർ ബ്രേക്ക് ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും തോന്നിയില്ല. അങ്ങനെയൊക്കെ വരും, കാരണം അത്രയധികം സീൻ വന്നിട്ടിരിക്കുന്ന സമയത്ത്. ഏതായാലും സൈക്കോളജിസ്റ്റിൻ്റെ പവറിനെ കുറിച്ചിട്ട് പറയേണ്ടത് ഇല്ല. അതേപോലെ കൺഫെഷൻ റൂമിലെ ജാസ്മിൻ്റെ ഫുൾ കോൺവെർസേഷൻ എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. കാണിക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബിഗ് ബോസിനോട് ആരെങ്കിലുമൊക്കെ ചോദിച്ചേനെ, ഇരുത്തി അപരാധിക്കാതെ ഇറക്കി വിടറാന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ക്വിറ്റ് ചെയ്യുന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പറഞ്ഞാണ്. അപ്പോൾ ആത്മാർത്ഥമായിട്ട് പറയുന്ന സമയത്ത് അപ്സര ഒരു ഐഡിയ ഇട്ട് കൊടുക്കുന്നുണ്ട്, മറ്റേ സീക്രട്ട് റൂമിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ ഒറ്റയ്ക്കൊരു റൂമിലേക്ക് മാറ്റണം എന്നുള്ളത്. ആ ഒരു ഐഡിയക്ക് ശേഷം ബിഗ് ബോസ് പറഞ്ഞ് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് റസ്മിനും പറയുന്നു ഇങ്ങനെ മാറിക്കഴിഞ്ഞാൽ കുറച്ച് റിലീഫ് കിട്ടുമെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതാണ് നമ്മൾ പിന്നീട് കേട്ട ജാസ്മിൻ എനിക്ക് പറ്റുന്നില്ല, ഒറ്റയ്ക്കൊന്ന് മാറിയിരിക്കണം എന്നുള്ളത്. ശരിക്കും ഈ ഒരു സാഹചര്യത്തിൽ ആൾക്കാരൊക്കെ ചോദിച്ചതാണ്, ക്വിറ്റ് ചെയ്യാൻ പറയുന്ന ആൾക്കാരെ പറഞ്ഞു വിട്ടൂടെ? അവർ തോറ്റു, അവർ തോൽവി സമ്മതിച്ചു. ഇപ്പം ജാസ്മിൻ രാവിലെ കൺഫെഷൻ റൂമിൽ ഇരുന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെക്കൊണ്ട് പറ്റില്ല, എനിക്ക് ഈ കളി പറ്റില്ല, എനിക്ക് അതിനുള്ള കഴിവൊന്നുമില്ല, തോൽവി സമ്മതിച്ചു. അപ്പോൾ അവർ തോറ്റു, അവർ ക്വിറ്റ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞു വിട്ടേക്കണം. ബാക്കിയെല്ലാം കിടിലൻ ഗെയിമേഴ്സ് അല്ലേ അകത്ത് നിൽക്കുന്നത്. ഓരോ ആൾക്കാരുടെയൊക്കെ ഫാൻസ് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അമ്പോ സ്പേസ് ഇല്ലാഞ്ഞിട്ട് മാത്രമാണ്. ജാസ്മിനും ഗബ്രിയും കൂടെ പ്രണയം തുറന്ന് പറഞ്ഞ് ക്ലാരിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം കളിക്കും എന്ന് പറഞ്ഞിട്ടാണ് ബാക്കിയുള്ള ആൾക്കാരുടെ ഫാൻസ് നിൽക്കുന്നത്. അപ്പോൾ ഇറക്കി വിടണമായിരുന്നു. അപ്പോൾ അവിടെ ഇരുത്തി കണ്ടന്റ് പിഴിയാൻ വേണ്ടിയുള്ള കഠിന പരിശ്രമമാണ്.
ഇനി ബാക്കിയുള്ള ഗെയിമേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഇന്ന് ഉച്ചവരെ വേറെ കണ്ടന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ജാസ്മിനും ഗബ്രിയും വേറെ ഗ്രൂപ്പിലാക്കണോ, വേറെ ഗ്രൂപ്പിലാക്കി കഴിഞ്ഞാൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് നമുക്ക് ഉണ്ടാവും എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ടൊക്കെ ആയിരുന്നു ഗംഭീര ചർച്ചകൾ. ഇപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് ബിഗ് ബോസ് തന്നെ പവർ റൂമിൽ നിന്നിട്ട് ജാസ്മിനെ ഇറക്കി വിട്ട ഒരു ഗെയിം കളിച്ചാണ്, അപ്പോൾ നമ്മളും അങ്ങനെ തന്നെ കളിക്കണം, അതുകൊണ്ട് അവരെ വേറെ ഗ്രൂപ്പിലാക്കണം. ജാൻമണി പറയുന്നു അവർ ഒരേ ഗ്രൂപ്പിൽ തന്നെ നിന്നോട്ടെ, പൂജ പറയുന്നു അവർ ഒരേ ഗ്രൂപ്പിൽ തന്നെ നിന്നോട്ടെ, സിബിൻ പറയുന്നു 2 ഗ്രൂപ്പിലേക്ക് പോകുന്ന സമയത്ത് ഇവർ ചിലപ്പോൾ ഗ്രൂപ്പിലെ സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ സാധ്യതയുണ്ട് പരസ്പരം, അപ്പോൾ നമുക്ക് അവർക്കെതിരെ ഒരു ഗെയിം കളിക്കാം എന്നൊക്കെയുള്ള വലിയ പ്ലാനിങ് ആണ്. ഇതിൽ നിങ്ങളുടെ വിട്ട് വന്നിട്ടുള്ളൊരു പ്ലാനിങ് ഇല്ല. അതേപോലെ സായി ആണെങ്കിൽ വീണത് വിദ്യ എന്ന് പറയുന്ന ഒരു ഗെയിം അപ്രോച്ചാണ്. ഇപ്പം ജാസ്മിനെതിരെ ഒരു കളിയാണ് കളിച്ചതെന്നുള്ളത് ലാലേട്ടൻ പറഞ്ഞു, അല്ലെങ്കിൽ ബിഗ് ബോസ് അങ്ങനെ വരുത്തി തീർത്തു, ബാക്കിയുള്ള ആളുകളും അങ്ങനെ പറഞ്ഞു, ജാസ്മിൻ അത് വിശ്വസിച്ചു. അപ്പോൾ അന്നെങ്കിൽ സ്വന്തമായിട്ടൊരു ഗെയിം ആയല്ലോ, നേരത്തെ പിടിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ജാസ്മിനെയൊക്കെ ചൊറിയാൻ പറ്റുന്ന രീതിയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ ലെസ്റ്റ് എന്ന് പറയുന്ന ഒരു വേർഡ് യൂസ് ചെയ്തു, ഭയങ്കര മോശമാണ്. ജാൻമണി പറഞ്ഞ ആ ഒരു മറ്റേ സ്ലട്ട് ഷെയ്മിങ്ങിനോട് ചേർത്ത് വയ്ക്കാൻ വരുന്നൊരു വേർഡാണ്. അപ്പം ഇവരുടേത് ഭയങ്കര ഡ്രാമയാണ് എന്നൊക്കെയാണ് സായി ഇപ്പോൾ പറയുന്നത്. അത് സായി ഓട്ടോമാറ്റിക്കലി അതിലേക്ക് എത്തുന്നതാണ്, അല്ല സായിയുടെ ഒരു ഗെയിം അല്ല. സായിക്ക് അങ്ങനെ ഒരു ഗെയിം ഉണ്ടെന്ന് ബിഗ് ബോസും കണ്ടസ്റ്റൻസും കൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാതെ സായി ഇവിടെ വന്നത് ഇവരെ പിരിക്കാനാണോ? അല്ല, സായി ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. പുറത്തെ കഥയൊക്കെ ജാസ്മിന് പറഞ്ഞു കൊടുത്ത് ആ ഒരു കോമ്പോയിൽ നിന്ന് പുറത്തിറക്കാനായിട്ടാണ് ഉദ്ദേശിച്ചത്. പക്ഷേ എന്ത് ചെയ്യാം, ബിഗ് ബോസ് അവിടെ വേറൊരു കളി കളിച്ചു. ഇപ്പോൾ ബിഗ് ബോസിൻ്റെ കളി അവിടെ സക്സസ് ആയോ? ഇല്ല. ബിഗ് ബോസിൻ്റെ ഇന്നലത്തെ കളി ആകെ മൊത്തത്തിൽ പാളിപ്പോയി. ജാസ്മിനെ ഫ്രീ ആക്കാൻ വേണ്ടി ഗബ്രിയെ ഡൗൺ ആക്കി. അപ്പോൾ ഗബ്രി ഡൗൺ ആയപ്പോൾ ജാസ്മിൻ അതിലേറെ ഡൗൺ ആയിപ്പോയി. എൻ്റെ പൊന്നോ, ഇത് അമ്മാതിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. ഇത് ആളുകളെ ഇട്ട് വട്ടം ചുറ്റിക്കുന്നുണ്ട്. കാരണം ജാസ്മിൻ ഗബ്രിയുടെ പുറകെ നടന്ന ആളുകൾ, അതിൻ്റെ ക്ലാരിറ്റി കിട്ടാത്ത ആളുകൾക്ക് ഇപ്പോൾ ക്ലാരിറ്റി കിട്ടിയോ? ഇല്ല, അവരിങ്ങനെ മറ്റേ ഗതിയില്ലാത്ത പോലെ നടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇത് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊക്കെ ഇരിക്കുന്ന പോലെ ഇരിക്കണം. അവരെന്തെങ്കിലും കാണിക്കട്ടെ, ബാക്കിയുള്ള ആൾക്കാർ കളിക്കേ എന്ന് പറയുന്നൊരു മൂടി ഇരിക്കണം. നമ്മളെ ബാധിക്കരുതത്. കണ്ടസ്റ്റൻസും ആ ഒരു മോഡിൽ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഗെയിം കളിക്കാൻ പറ്റും. ഇനി എപ്പിസോഡിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ജിൻഡോ രാവിലെ ജാസ്മിനുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു. അതിനുശേഷം ജിൻഡോ അടുത്ത ആരോപണം ഇറക്കുന്നു. ഉറപ്പാണ് 50 ലക്ഷം 2 വീതിക്കാൻ വേണ്ടിയുള്ള പ്ലാനാണ്. വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ അറിഞ്ഞിട്ടുള്ള കളിയാണ്. ഇതുപോലെ അപരാധം പറയുന്ന ഒരുത്തൻ, എൻ്റെ പൊന്നോ, ചുമ്മാ അടിച്ചങ്ങ് ഉണ്ടാക്കുകയാണ്. 25 ലക്ഷം എന്നൊക്കെ പറയുന്നത് ഓരോ ആളുകൾക്കും പൈസ ഭയങ്കര സംഭവിക്കും. 25 ലക്ഷം ചെറുതല്ല, എന്നെ സംബന്ധിച്ച് ഭയങ്കര ചീപ്പ് ഒരു എമൗണ്ടാണ്. 25 ലക്ഷത്തിന് വേണ്ടി ഒരു ഇൻഫ്ലുവൻസർ, അത്രയധികം സാധ്യതയുള്ള ഒരു ഇൻഫ്ലുവൻസർ, ഇപ്പം ജാസ്മിൻ്റെയൊക്കെ റേഞ്ച് നമുക്കറിയാമല്ലോ, സാധ്യതയുള്ള ഒരു ഇൻഫ്ലുവൻസർ ഈ ഒരു കൂറക്കളി കളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതൊക്കെ വെറും ആരോപണങ്ങളാണ്. പിന്നെ അവരുടെ ഡെയിലി എമൗണ്ട് എന്ന് പറയുന്ന അത്യാവശ്യം നല്ല ഒരു എമൗണ്ട് ഉണ്ട്, ഞാൻ രാവിലെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇവർ മാക്സിമം അവിടെ സർവൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ക്വിറ്റ് ചെയ്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഇവരുടെ പുറകെ കൂടും. അപ്പോൾ അതുകൊണ്ട് ശരിക്കും അവസാനം വരെ പിടിച്ചിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് വേറൊരു ഗെയിമുണ്ട്, സഹതാപ തരംഗം. സഹതാപ തരംഗം കാര്യമായിട്ട് തന്നെ ജാസ്മിൻ്റെ അടുത്തേക്ക് വരും. ഇപ്പോൾ ആർക്കാണെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് ഈ സദാചാര ആക്രമണം ഹൗസിൽ കാര്യമായിട്ട് തന്നെ ഉണ്ട്, പുറത്തുണ്ട്. അപ്പോൾ അത് കാണുന്ന സമയത്ത് ആർക്കാണെങ്കിലും അവരോടൊരു സഹതാപം തോന്നും. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ സഹതാപം തോന്നുന്ന സമയത്ത് മറ്റവർ ഭയങ്കരമായിട്ട് ഒഫൻഡായി. മറ്റേ ഫാൻസുകാർ ആരൊക്കെയാണ്, അത് ആരുടെയൊക്കെയാണെന്ന് അറിയത്തില്ല, സ്കാറ്റഡ് ആണല്ലോ, അല്ലെങ്കിൽ ഹേറ്റേഴ്സ് ഒഫൻഡായി. അവർ ഭയങ്കര തെറി ഇവിടെ വന്നിട്ട്, ഭയങ്കര തെറി, എന്നെ കുറേ തെറിയൊക്കെ വിളിച്ചിട്ട് പോകുന്നുണ്ട്. അപ്പം അവരുടെ പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഹതാപത്തിൽ വോട്ട് കിട്ടുക എന്നുള്ളതാണ്. എന്തൊക്കെയാണെങ്കിലും ശരിയാണ്, ക്വിറ്റ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ പറ്റിയിരിക്കും. ഇപ്പോൾ തിരിച്ച് ഗെയിമിലേക്ക് വരുന്ന സമയത്ത് അവർ നല്ല രീതിയിൽ ആക്റ്റീവാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ തുടങ്ങിയ ഒരു ക്യാമ്പയിനാണ് ഗബ്രി പാവം ജാസ്മിൻ പ്രശ്നമാണ്. അപ്പം ഇത് ഇട്ട് കൊടുത്തത് സിബിനൊക്കെയാണ്. സിബിന് മറ്റേ ജാസ്മിനായിട്ട് പൊളിഞ്ഞിരിക്കുന്നതുകൊണ്ട് മൊത്തത്തിലൊരു ഡ്രാമയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഡ്രാമയായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നതിനകത്ത് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, അതൊക്കെ സ്വാതന്ത്ര്യം, അപരാധം പറയാതിരുന്നാൽ മതി. അപ്പം ഈ സിബിൻ എന്താ പറഞ്ഞത്, ഗബ്രി അയ്യോ അവന് കെയർ വേണം കേട്ടോ, അവൻ പൊട്ടിത്തകർന്ന് നിൽക്കുകയാണ്. അതാരാണെങ്കിലും ആ ഒരു അപരാധമൊക്കെ കേട്ട് കഴിഞ്ഞാൽ അത് ലാലേട്ടൻ അവിടെ കേൾപ്പിക്കുന്ന സമയത്ത് ആർക്കാണെങ്കിലും നന്നായിട്ട് ഫീൽ ചെയ്യും. പിന്നെ വീട്ടിൽ നിന്ന് അത്ര നല്ല സപ്പോർട്ടൊന്നും ആയിരുന്നില്ലല്ലോ. അപ്പം ഗബ്രി പൊട്ടിത്തകർന്ന് നിൽക്കുകയാണ്. പക്ഷേ ഗബ്രി അവിടെ ഇരുന്ന ആ ഒരു ഫ്രീസായിട്ട് ഇരുന്ന ആ ഒരു സംഭവം ശരിക്കും നമ്മൾ ഉദ്ദേശിച്ച റേഞ്ചിലേക്കുള്ള ഒരു സംഭവം ആയിരുന്നില്ല. പുള്ളിക്കാരോടും മിണ്ടാൻ താല്പര്യമില്ല. അത്രയധികം എന്നാ പറയുന്നത്, ഒരു ആൻസർ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിരുന്നു. ഈ ചുറ്റിനുള്ള ഫേക്കാണെന്ന് ഗബ്രി വിചാരിക്കുന്ന ആളുകളൊക്കെ ചേർന്ന് നിൽക്കുന്ന സമയത്ത് പുള്ളിക്ക് അൺകംഫർട്ടബിളാണ്. ഇപ്പോൾ സിബിൻ അവിടെ ഭയങ്കര ഷോ, അവൻ കയ്യിൽ നിന്ന് പോയിട്ടോ, അവൻ ഇല്ലാണ്ടായി നിൽക്കുകയാണെന്നൊക്കെ. പക്ഷേ അത് കഴിഞ്ഞ് എന്തായാലും മെഡിക്കൽ റൂമിലെ വിഷ്വൽ കാണിച്ചതുകൊണ്ട് നമുക്ക് മനസ്സിലായി ഗബ്രിക്ക് അകത്ത് സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. പുള്ളി മെഡിക്കൽ റൂമിലേക്ക് എന്നാൽ പുള്ളി പറഞ്ഞാൽ ഫിസിക്കലി ഫിറ്റാണ്, ഓക്കെയാണ്. അപ്പോൾ ഏതായാലും തിരിച്ചു വന്ന് പിന്നെ കുറച്ച് ക്രിഞ്ചായിരുന്നു. ഇത് അല്ലാതെ വേറെ ഒന്നും കാണിക്കാനില്ലല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഹാപ്പിയായി, ജാസ്മിൻ ഓക്കെ ആയി, ജാസ്മിൻ പവറായി. എന്തൊക്കെയാണെങ്കിലും ആക്ടിവിറ്റി നടക്കുന്ന സമയത്ത് ഇവർ തിരിച്ച് ബാക്ക് ടു ഗെയിം ആവും. പക്ഷേ അതിനകത്ത് വേറൊരു സംഗതിയുണ്ട്, ഇവർ ബാക്ക് ടു ഗെയിം ആയാലേ ആക്ടിവിറ്റികൾ തുടങ്ങത്തുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ എല്ലാ എണ്ണം മാറി എവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് ബിഗ് ബോസ് വേറെ പഠിക്കുമോ. അവർ നോക്കിയതിന് ശേഷം ഹൗസിൽ കാര്യങ്ങൾ പുനരാരംഭിക്കുകയാണ്.
ക്യാപ്റ്റൻസി ബാഡ്ജ് ജിൻഡോയെ ധരിപ്പിക്കുന്നു ജാസ്മിൻ. വലിയ തൃപ്തിയൊന്നുമില്ല, എന്നാലും ജിൻഡോയെ ബാഡ്ജ് ധരിപ്പിക്കുന്നു, ഒന്ന് ഹഗ്ഗൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ജിൻഡോ ഗ്രൂപ്പുകൾ തിരിക്കുകയാണ്. ചെറിയൊരു കോംപ്ലിക്കേഷനിൽ കൂടെ മുന്നോട്ടേക്ക് പോയുള്ള ഒരു ഗ്രൂപ്പ് തിരിക്കലാണ് നമുക്ക് ലൈവിൽ കാണാനായിട്ട് സാധിച്ചത്. ആ ഒരു ഗ്രൂപ്പ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ജിൻഡോ മിടുക്കനായിട്ട് വന്ന അധികാരമൊക്കെ ഏറ്റെടുത്ത് ബിഗ് ബോസ് ഹാപ്പിയാണ്. ഇപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ ജിൻഡോയോട് ചോദിച്ച സമയത്ത് ജിൻഡോ പറഞ്ഞത് എല്ലാ ആളുകളോടും കൂടി ആലോചിച്ചിട്ട് ഭയങ്കര നൈസായിട്ടുള്ള ചില മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ടാണ് താൻ ആഗ്രഹിക്കുന്നത്. അതേപോലെ ജിൻഡോ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇത് സ്ഥിരമായിട്ട് തന്നെ എന്നിലേക്ക് തരാനായിട്ട് ഞാൻ ആവശ്യപ്പെടുകയാണ്. കാരണം എനിക്ക് അടുത്ത ആഴ്ചയും ക്യാപ്റ്റനായിട്ട് തുടരണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കണ്ടസ്റ്റൻസെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ലുക്കിലൊക്കെ ഇരുന്നു. അപ്പം അത്രയധികം ഭൂരിപക്ഷത്തോടെയാണ് വിജയിച്ചത്. 11 വോട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ജിൻഡോ അതിൽ വലിയ കൃത്യാർത്ഥനാണ്. അതിനോടൊപ്പം ജിൻഡോ പവർ ടീമുമായി കൂടി ആലോചിച്ചിട്ടുള്ള ഒരു ക്യാപ്റ്റൻസിയാണ് ഉദ്ദേശിക്കുന്നത്. പവർ ടീമുമായിട്ട് ഭയങ്കര സാഹോദര്യത്തോടെ നിന്നിട്ടുള്ളൊരു പരിപാടി. കഴിഞ്ഞ തവണ ചില പ്രശ്നങ്ങൾ പവർ ടീമും ക്യാപ്റ്റനുമായിട്ട് ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളത് ജിൻഡോ ഓർമ്മിക്കുന്ന ഒരു സംഗതിയാണ്. അതിനുശേഷം ജാസ്മിൻ ഏതൊരു ടീമിലേക്ക് പോകണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ജിൻഡോ അവിടെ പറയുകയാണ്. ജിൻഡോ മുന്നേ തന്നെ പറഞ്ഞായിരുന്നു, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യത്തുള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, സായിയൊക്കെ വലിയ പ്ലാൻ ഇട്ട് കൊടുത്തിട്ട് ജിൻഡോ ഇവിടെ വന്നിട്ട് മറ്റേ ശരണ്യയുടെയൊക്കെ ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഗബ്രി ജിൻഡോയോട് പറഞ്ഞിരുന്നു, നമ്മൾ ഇന്നലെ കേട്ടതാണ്, ജാസ്മിനെ തൻ്റെ ടീമിൽ തന്നെ ഇടണം. എന്നാൽ ജാസ്മിൻ പറഞ്ഞു അത് ജിൻഡോ കാക്കയുടെ ഇഷ്ടത്തിന് ചെയ്താൽ മതി എന്നുള്ളത്. അപ്പോൾ ജിൻഡോ കാക്കയുടെ ഇഷ്ടത്തിന് ചെയ്യുകയാണ്. സിബിൻ്റെ ടീമിലേക്ക് വിടുകയാണ്. അപ്പോൾ സ്ത്രീകളുടെ ഭൂരിപക്ഷമുള്ളൊരു ടീമാണ് അവിടെ. ഇപ്പോൾ ജാസ്മിൻ, ശ്രീരേഖ, അൻസിബ, ശ്രീതു എന്നിവരാണുള്ളത്. അടിപൊളി ടീം. സിബിനാണ് അവർക്കെല്ലാം നേതാവായിട്ട് ഉള്ളത്. പക്ഷേ സിബിൻ പവർ ടീമിലേക്ക് പോകുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. അഭിഷേകിന് പവർ റൂമിൽ എൻ്റർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അഭിഷേകിന് പകരം പവർ റൂമിലേക്ക് ആര് എൻ്റർ ആവും എന്നുള്ളതിൻ്റെ മത്സരങ്ങളാണ് പിന്നീട് നടന്നത്. എല്ലാ ടീമിൽ നിന്നിട്ടും മറ്റേ ഒരു സംഖ്യ അവിടെ ഓടിപ്പോയി എടുക്കുന്ന ആളുകൾക്ക് പവർ ടീമിലേക്ക് മത്സരിക്കാനായിട്ട് പറ്റും. തങ്ങളുടെ ഗുണഗണങ്ങൾ വർണ്ണിച്ചാൽ മതി. അതിനുശേഷം ജിൻഡോയുടെ ഭരണപരിഷ്കാരങ്ങൾ ആരംഭിക്കുകയാണ്. ജിൻഡോയ്ക്ക് റൂം ഒന്ന് ചേഞ്ച് ചെയ്യണം. അപ്പം റൂം ചേഞ്ച് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ടീമിൻ്റെ പേരും ചേഞ്ച് ആവും. അപ്പോൾ അങ്ങനെ നെക്സ്റ്റ് ടീം ടണൽ ടീമായിട്ട് മാറുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ടീം ആദ്യത്തേതാരായിരുന്നു, നമ്മുടെ സിബിനും കൂട്ടരും ഒക്കെ ആയിരുന്നു. അപ്പോൾ അത് ടണൽ ടീമായിട്ട് മാറുകയാണ്. ഡെൻ ടീമിനെ നെക്സ്റ്റ് ടീമായിട്ട് ചേഞ്ച് ചെയ്യുകയാണ്. അങ്ങനെ മൊത്തം റൂമുകളൊന്ന് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. നിലവിലത്തെ പവർ ടീമിനെ ഡെന്നിലേക്ക് മാറ്റുകയാണെന്ന് തോന്നുന്നു. ലൈവ് കണ്ടിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാണ്. എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വരുമോ എന്നുള്ളതറിയില്ല. ഇതിനുശേഷം ഓരോ ടീമുകളും അവരുടെ ഡ്യൂട്ടികളും ഫിക്സ് ചെയ്യുകയാണ്. ടണൽ ടീം ബാത്റൂമാണ്, അൻസിബയാണ് അത് നേതൃത്വം കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ഫ്ലോറാണ്, നന്ദനയാണ് അതിന് നേതൃത്വം കൊടുക്കേണ്ടത്. ഡെന്ന് കിച്ചൺ മാനേജ് ചെയ്യും, അത് അപ്സരയാണ് നേതൃത്വം കൊടുക്കേണ്ടത്. അപ്പം അപ്സരയുടെ ഫുഡൊക്കെയാണ് ജിൻഡോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. അതുകൊണ്ടാണ് അപ്സര ആ ഒരു ടീമിലിടുന്നത്. അപ്സരയ്ക്ക് പവർ ടീമിലേക്ക് പോകണമെന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എടുക്കത്തില്ലല്ലോ, എന്ത് ചെയ്യാം. അതിനുശേഷം ബിഗ് ബോസ് അനൗൺസ് ചെയ്യുകയാണ്, പവർ റൂമിൽ ക്യാപ്റ്റന് കിടക്കാൻ കട്ടിലില്ല. കഴിഞ്ഞ ദിവസം അങ്ങനെയായിരുന്നു. അപ്പോൾ അത് ജാസ്മിനെ മാറ്റാൻ വേണ്ടിയുള്ള ഒരു ഗെയിമാണ് എന്നുള്ളതാണ് ജിൻഡോ പറഞ്ഞത്. പക്ഷേ ഇന്നും അത് തന്നെയാണ് തുടരുന്നത് കണ്ടത്. അതിനുശേഷം ഓരോ ആളുകൾ പവർ റൂമിലേക്ക് ഞങ്ങൾ കയറി കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും കൊണ്ടുവരിക എന്നുള്ള കാര്യം പവർ ടീമിനെ ധരിപ്പിക്കുകയാണ്. വാശിയേറിയ മത്സരമാണ്. ഇപ്പം നന്ദന പറയുന്നുണ്ട്, ആഗ്രഹമാണ്, എനിക്ക് വലിയ ആഗ്രഹമാണ്, എനിക്ക് അത്രയധികം ആഗ്രഹമുണ്ട്, ആഗ്രഹം മാത്രമേ നന്ദനയ്ക്കുള്ളൂ, വേറൊന്നും പറയാനില്ല. അഭിഷേക് പറയുന്നത് അദ്ദേഹം ഒരു ഗുഡ് ലിസണറാണ്, അദ്ദേഹം കേട്ട് ഡിസിഷൻ കാര്യങ്ങളൊക്കെ എടുക്കും, അദ്ദേഹം ഒരു ടീം പ്ലെയറാണ്. ജിൻഡോയെ മെരുക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള എന്തൊക്കെയോ സാധനങ്ങൾ അഭിഷേകിൻ്റെ കയ്യിലുണ്ട്, മുന്നേ തന്നെ അങ്ങനെ മെരുക്കിയിട്ടുണ്ട്. പിന്നെ ഫിസിക്കലി സ്ട്രോങ് ആണ്. അതേപോലെ ഞാൻ നിലവിൽ നിൽക്കുന്ന ടീമിൽ അഭിഷേകും കൂടെ വരുന്ന സമയത്ത് ഭയങ്കര സ്ട്രോങ് ആണ്. അതുകൊണ്ട് എന്നെ ഇവിടുന്ന് റിമൂവ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് പവർ നിലനിർത്താനായിട്ട് പറ്റിയ ഒരു പരിപാടി. പിന്നീട് നോറ വരുന്നു. നോറയ്ക്ക് അറിയാൻ നോറെ പവർ ടീമിലേക്കൊന്നും എടുക്കത്തില്ല. പക്ഷേ നോറ അവിടെ വലിയൊരു സാധ്യത ഉപയോഗിക്കുകയാണ്. നോറയ്ക്ക് ഇന്ന് സ്പേസ് കിട്ടിയില്ല. ആകെ ഒരു സ്പേസ് ഉണ്ടാക്കാൻ നോക്കിയ സമയത്ത് സിബിനും സായി എല്ലാം കൂടെ അത് മൊത്തത്തിൽ നശിപ്പിച്ച് കളഞ്ഞു. അവർ പറഞ്ഞു, ഈ തുപ്പിയ കേസൊന്നും നീ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കരുത്, തുപ്പിയതൊന്നും നിനക്ക് ഉറപ്പില്ലാത്ത കാര്യമാണ്, നീ ഇന്നലെ ഉറപ്പുണ്ടെന്ന് പറഞ്ഞു, ഇന്ന് ഉറപ്പില്ല എന്ന് പറയുന്നു, ക്യാമറ ഇങ്ങനെ അൾട്രാ സൂമൊന്നും ചെയ്തിട്ട് നിൻ്റെ തുപ്പിയ കാര്യമൊന്നും ചെക്ക് ചെയ്യില്ല, ലാലേട്ടൻ്റെ അടുത്തല്ലേ നീ ഇത് പറഞ്ഞത്, നിനക്കിന്ന് നെഗറ്റീവ് ആവാൻ സാധ്യതയുണ്ട്, നീ വെറുതെ പുറകെ നടക്കല്ലേ എന്നൊക്കെ ചോദിച്ചാൽ അതിനെ ബ്രേക്ക് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നോറയ്ക്ക് സ്പേസ് കിട്ടില്ല. അപ്പോൾ നോറ ഈ സ്പേസ് അങ്ങ് എടുത്തു. പിന്നെ ഒരു 10-20 മിനിറ്റ് നിർത്താതെ ആരോപണങ്ങളായിരുന്നു. പവർ ടീമിൽ കഴിവുള്ള ആൾക്കാരില്ല, ഞാനാണ് കഴിവുള്ള ഒരാൾ, അവരങ്ങനെയാണ്, ജാൻമണി ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് അടിച്ച് വിടുകയാണ്. ജിൻഡോയുടെ കുറേ കുറ്റം പറയുന്നു, ജാൻമണിയുടെ കുറ്റം പറയുന്നു, ശരണിക്ക് മുന്നിൽ വന്ന് സംസാരിക്കാൻ കഴിവില്ല, ഞാൻ വന്നു കഴിഞ്ഞാൽ സംസാരിക്കാം. ആക്ച്വലി അവരുടെ കുറ്റം പറയാനായിട്ടുള്ളൊരു സ്പേസാണ് നോറ അവിടെ എടുത്തത്. അതൊരു നൈസ് പരിപാടിയായിരുന്നു കേട്ടോ. പക്ഷേ ഇവർ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ചു, കൈയടിച്ചു, കുറേ നേരം നോറയെ നിർത്തി അങ്ങ് പറയിപ്പിച്ചു. അതിനുശേഷം നോറ സ്വയമേ മറ്റൊരാൾക്ക് അവസരം കൊടുക്കുകയാണ്. സായി ദ ജെന്യുവിൻ ഒറിജിനൽ ഗെയിമർ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഭക്ഷണമൊക്കെ കഴിക്കണം, തിന്നാൻ വേണ്ടിയാണ് ഞാൻ പവർ ടീമിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത്, എന്തെങ്കിലുമൊക്കെ കഴിച്ചും കുടിച്ചൊക്കെ പോവുക എന്നുള്ളത്. പാവമുണ്ട്,
മറ്റേ ചക്കയൊക്കെ വെട്ടി ചുളയൊക്കെ തിന്നുന്ന കണ്ടപ്പം എനിക്ക് വിഷമം തോന്നി. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗെയിം. അതിനുശേഷം ഗബ്രിയുടെയൊക്കെ ടീമാണ് വരുന്നത്. അപ്പോൾ ഗബ്രി പറഞ്ഞു നമ്മൾ എടുക്കത്തില്ല നമുക്കറിയാം, എന്നാലും നമ്മൾ മത്സരിക്കണം. അപ്പോൾ ഗബ്രി ആദ്യം വന്ന് വളരെ സരസമായി സ്ലോയിൽ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അത് രസമായിരുന്നു കേൾക്കാനായിട്ട്. ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു, എന്നെ പവർ ടീമിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞാൽ നല്ല ഒരു രസകരമായിട്ടുള്ള അന്തരീക്ഷം. അത് കഴിഞ്ഞിട്ട് ഗബ്രിയുടെ സ്വതസിദ്ധമായിട്ടുള്ള വെറുപ്പിക്കൽ ഒരു 10 മിനിറ്റോളം ഉണ്ടായിരുന്നു. അതിനുശേഷം അവരുടെ ടീം സംസാരിച്ചത് എപ്പിസോഡിൽ കണ്ടില്ല. പിന്നെ സിബിൻ്റെ ടീം വരികയാണ്. സിബിനെ എടുക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാം, സിബിനെ എടുക്കുള്ളൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ശ്രീതു ഒക്കെ പറഞ്ഞത് നിങ്ങൾ കേട്ടതാണ്, സിബിനെ എടുക്കുള്ളൂ. കാരണം അവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നുന്നത് സിബിനാണ്. സിബിൻ അത്രയധികം കോർഡിനേഷൻ സ്കിൽസൊക്കെ ഉണ്ട്. അപ്പോൾ സിബിൻ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ പുറത്തു നിന്ന് ഗെയിം കണ്ടിട്ടാണ് വന്നത്. ഇപ്പോൾ പവർ റൂമിൻ്റെ അളവുകോലുകളെ കുറിച്ചിട്ടും പവറിൻ്റെ അളവിനെ കുറിച്ചിട്ടൊക്കെ എനിക്കറിയാം. അപ്പോൾ ഞാൻ ഒരു നല്ല ലിസണർ കൂടെയാണ്. ഇപ്പോൾ നമ്മൾ ആലോചിച്ച് ജനാധിപത്യപരമായിട്ട് കാര്യങ്ങളൊക്കെ നോക്കിക്കാണും. ശ്രീരേഖ പറയുന്നുണ്ട്, ഞാൻ പവർ ടീമിലൊക്കെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജാൻമണി അന്നത്തെ പെർഫോമൻസ് കാരണമാണ് ഇന്ന് പവർ ടീമിലിരിക്കുന്നത്. അയ്യോ, ജാൻമണി ആണെങ്കിൽ മറ്റേ എലി പുന്നല് കണ്ട സന്തോഷത്തിലാണ് പവർ കിട്ടിയപ്പോഴത്തേന്. അയ്യോ, പവർ കിട്ടുമ്പോൾ എന്തൊരു തെളിച്ചാണ് ആ മുഖത്ത്. പവർ ഇല്ലാതെ അവർക്ക് പറ്റില്ല. അങ്ങനെ ജാൻമണി. അതിനുശേഷം ശ്രീതു ആൻഡ് സിബ പിന്നെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സിബിനെ പവർ ടീമിലേക്ക് എടുക്കുകയാണ്. അതിനുശേഷം പവർ ടീം അധികാരം ഏറ്റെടുക്കുകയാണ്. മറ്റേ അധികാരത്തിൻ്റെ ചെങ്കോൽ ഗബ്രി അവർക്ക് കൊടുക്കുന്നു. അപ്പോൾ ചെങ്കോലൊക്കെ കുത്തി അവർ വരികയാണ്. തമ്പുരാട്ടി എന്ന് വിളിക്കണം, അതൊരു കോമഡിയാണ് എന്നുള്ളതൊക്കെയാണ് പവർ ടീമിൻ്റെ പുതിയ പരിഷ്കാരങ്ങൾ. അപ്പോൾ തമ്പുരാട്ടി എന്നൊക്കെ വിളിച്ചപ്പോഴത്തേന് എൻ്റെ അമ്മോ, ജാൻമണിയുടെ തെളിച്ചൊന്ന് കാണേണ്ടതായിരുന്നു. അവിടെയുള്ള ഫ്ലഡ് ലൈറ്റുകൾ മാറി നിൽക്കുന്ന രീതിയിൽ പ്രകാശിപ്പിച്ചു അവിടെ സന്തോഷം കൊണ്ട്. ഓ, ഇനിയിപ്പോൾ ഒരു പൊളിയായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ജാൻമണിയും ജിൻഡോയും കൂടെ തമ്മിലുള്ള ചില പ്രശ്നങ്ങളുണ്ട്, പവർ കോൺഫ്ലിക്റ്റുകൾ. മറ്റേ ക്യാപ്റ്റനായിരുന്ന സമയത്ത് ജാൻമണിയെ ക്യാപ്റ്റൻ്റെ ബഹുമാനം നൽകിയില്ല എന്നുള്ളതായിരുന്നു. ഇനിയിപ്പോൾ പവർ ടീമിലാവുന്ന സമയത്ത് പവർ ടീമിൻ്റെ ബഹുമാനം ജാൻമണിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതായിരിക്കും പുതിയ പരാതികൾ. എന്തൊക്കെയാണെങ്കിലും ബഹുരസമായിരുന്നു. ആ പിള്ളേർ മിടുക്കരായിട്ട് ഉച്ചയ്ക്ക് തിരിച്ചു വന്നതുകൊണ്ട് വൈകിട്ട് എപ്പിസോഡ് റിവ്യൂവിൽ എന്തെങ്കിലും കണ്ടൻറ് ഉണ്ടായിരുന്നു. ഇനിയിപ്പം അതുങ്ങളുടെ പുറകെ നടക്കാതെ എന്തെങ്കിലും കണ്ടൻറ് ബാക്കിയുള്ള ആളുകൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കൊള്ളാം. എനിക്കറിയില്ല എന്ത് കണ്ടസ്റ്റൻസും എന്ത് പ്രേക്ഷകരാണ്. അവരുടെ പ്രണയത്തിൻ്റെ പുറകെ നടക്കുന്ന കുറേ ആളുകൾ, അത് ബിഗ് ബോസ് അതൊക്കെ അങ്ങനെ തന്നെയാണ്. നമുക്ക് നോക്കാം. ആ ശ്രീതു മറ്റേ അർജുനിലേക്കൊക്കെ ക്യാമറ തിരിക്കുക, കണ്ടൻറ് ഇല്ലല്ലേ. അവർ കണ്ണൊക്കെ നോക്കി കുറേ സമയം വേസ്റ്റ് ചെയ്യും. നമുക്കത് പറ്റില്ല. കാര്യം പറഞ്ഞു കഴിയുമ്പോഴത്തേനും നമ്മുടെ സദാചാര മൂല്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള കണ്ട് നോക്കിയിരിപ്പോൾ മാത്രമാണ്. അതാണല്ലോ പ്രണയം. സംസാരിച്ച് കഴിഞ്ഞാൽ പ്രണയമില്ലല്ലോ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ കണ്ടൻ്റ് അല്ല. പിന്നെ സ്പർശനമില്ല, കയ്യിൽ പിടിക്കുന്നില്ല, കെട്ടിപ്പിടിക്കുന്നില്ല, ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് അതൊന്നും ഒരു കണ്ടൻ്റൊന്നുമല്ല. ആ ഒരു കപ്പിൾ കോംബോ വിജയിക്കാൻ സാധ്യതയില്ല. ആരോ ഒരാൾ മറ്റേ ഹോട്ട്സ്റ്റാറിൽ ലൈവിൽ കെഞ്ച് കാല് പിടിച്ചിരിക്കുന്നുണ്ട്. ആ ശ്രീതുവിലേക്കും അർജുനിലേക്കും ക്യാമറ ഒന്ന് തിരിക്കൂ ബിഗ് ബോസേ എന്നൊക്കെ ഇങ്ങനെ കെഞ്ചി കാല് പിടിച്ചിരിക്കുന്നുണ്ട്. എന്തൊരു കഷ്ടമല്ലേ. മരുഭൂമിയിൽ മഴ പെയ്യുന്നത് പോലെ ഈ കാര്യങ്ങളെ നോക്കിക്കാണുന്ന ആളുകളുണ്ട്. അസ്വസ്ഥതയോടെ ഈ കാര്യങ്ങളെ നോക്കിക്കാണുന്ന ആളുകളുണ്ട്. ചില ആളുകൾക്ക് ഭയങ്കര ശ്വാസമുട്ടലും പരിപാടികളൊക്കെ, അവർ ഓടിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടിത്തെറിച്ചൊക്കെ ഇവിടെ ചില ആൾക്കാർ വരാറുണ്ട്. ഏതായാലും കൊള്ളാം. മൊത്തത്തിൽ രസകരമാണ് സംഭവങ്ങൾ. പിന്നെ കുറേ ആൾക്കാരോട് എനിക്ക് പറയാനായിട്ടുള്ളത്, അവിടെ പല പരിപാടികളും നടക്കും. ഇപ്പം ഞാൻ അടക്കമുള്ള ആളുകൾ ഇതിനകത്തൊരു ബെനിഫിറ്റ് ഉള്ളതുകൊണ്ടാണ് ഇവിടെ വന്ന് കഥയൊക്കെ പറയുന്നത്. അപ്പോൾ പ്രായം എന്ന് പറയുന്നൊരു സംഭവം തിരിച്ചു കിട്ടില്ല, അത് പോവും. സമയവും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഫുൾ ടൈം ഈ ലൈവിലൊക്കെ കുത്തിയിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പഠനം മാറ്റി വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, പിന്നീട് നിങ്ങൾ കിടന്ന് നല്ല രീതിയിൽ കഷായിക്കേണ്ടി വരും. ഇങ്ങനെയുള്ള പല ഡിസ്ട്രാക്ഷൻസും ഇന്നത്തെ യുവത്വത്തിനുണ്ട്. ഞങ്ങൾക്ക് പണ്ടതില്ലായിരുന്നു, നെറ്റിൽ സ്പീഡില്ലായിരുന്നു, അക്കൗണ്ടിൽ പൈസ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഡിസ്ട്രാക്ഷൻസിനെയൊക്കെ പഠിക്കുന്ന പിള്ളേരൊക്കെ ഒഴിവാക്കുക. അതുകൊണ്ട് തന്നെ ലൈവിലെ കോൺഫ്ലിക്റ്റുകളൊക്കെ ഉള്ളിലേക്ക് എടുത്തിട്ട് ആരും സമയം മെനക്കെടുത്താതിരിക്കുക. കുറേയധികം കുട്ടികൾ ആകെ മൊത്തത്തിൽ പ്രശ്നക്കാരായി ഇവിടെ വന്ന് പെരുമാറുന്നതൊക്കെ എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. എനിക്കൊന്നും പോകാനില്ല, നിങ്ങൾക്ക് തന്നെ പോവുള്ളൂ. ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. നന്ദി.